വനിതാ ചെസ് ലോകകപ്പിൽ കൊനേരു ഹംപി ഫൈനലിൽ കടന്നിരിക്കുന്നു. ഇന്ത്യൻ താരങ്ങളായ കൊനേരു ഹംപിയും ദിവ്യ ദേശ്മുഖും ഫൈനലിൽ ഏറ്റുമുട്ടും. സെമി ഫൈനലിൽ ചൈനയുടെ ലീ ടിങ് ജിക്കെതിരെ ടൈ ബ്രേക്കറിലാണ് ഹംപി ജയിച്ചു കയറിയത്. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. അനിൽ, അങ്ങനെ ആദ്യമായി വനിതാ ചെസ് ലോകകപ്പ് ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നത് ഉറപ്പായിട്ടുണ്ട്. ഫൈനലിൽ രണ്ട് ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കുന്നു. എന്താണ്, ഏത് രീതിയിലാണ് ഹംപിയുടെ ഈ ഫൈനലിലേക്കുള്ള വരവിനെ കാണാൻ കഴിയുക? കഴിഞ്ഞ ഒരു വർഷമായി ഒരു കംബാക്ക് എന്ന രീതിയിൽ കൊനേരു ഹംപിയുടെ തുടർച്ചയായ വിജയങ്ങളും മികച്ച പ്രകടനങ്ങളും നമ്മൾ കണ്ടതാണല്ലോ. തീർച്ചയായും ഇതിന് ഏറ്റവും ഹൈലൈറ്റ് പ്രജിൻ പറഞ്ഞതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ ചെസ് ലോകകപ്പ് ഇന്ത്യയിലേക്ക് എന്നുള്ളത് ഉറപ്പിക്കാം എന്നുള്ളത് തന്നെയാണ്. ഫൈനലിൽ നമ്മുടെ രണ്ട് താരങ്ങളാണ് ഏറ്റുമുട്ടുന്നത്. കൊനേരു ഹംപിയും ഒപ്പം തന്നെ ദിവ്യ ദേശ്മുഖും. ആര് ജയിച്ചാലും ആര് തോറ്റാലും കപ്പ് ഇന്ത്യക്ക് തന്നെ, ലോകകപ്പ് ഇന്ത്യക്ക് തന്നെ എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രണ്ട് ഇന്ത്യൻ താരങ്ങൾ ഫൈനലിലേക്ക് എത്തുന്നത് തന്നെ എന്നുള്ളതാണ്. ദിവ്യ ദേശ്മുഖാണ് ആദ്യം ആ നേട്ടം കൈവരിച്ചത്. ആ കൂട്ടത്തിലേക്ക് ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായ, ഇതിഹാസ താരമായ കൊനേരു ഹംപി കൂടി വരുന്നത്. കൊനേരു ഹംപി ഈ ടൂർണമെന്റിലെ ടോപ്പ് സീഡ് ചൈനയുടെ ലീ ടിങ് ജിയെ വളരെ ആവേശകരമായ മത്സരത്തിൽ തോൽപ്പിച്ചാണ് ഫൈനലിന് ടിക്കറ്റ് ഉറപ്പിച്ചത്. ഇന്നലെ നടന്ന, കഴിഞ്ഞ 2 ദിവസങ്ങളായി ക്ലാസിക്കൽ ഫോർമാറ്റിൽ നടന്ന 2 മത്സരങ്ങളും സമനിലയിൽ കലാശിച്ചതോടുകൂടിയാണ് ടൈ ബ്രേക്കറിലേക്ക് പോയത്. ഇന്ന് റാപ്പിഡ് റൗണ്ടിൽ ആദ്യഘട്ടത്തിൽ ഒരു തോൽവി നേരിട്ടതാണ്. പക്ഷേ ശക്തമായി തിരിച്ചു വന്ന് ആ മത്സരം സമനിലയിലാക്കി പിന്നീട് ബ്ലിറ്റ്സിലേക്ക് വന്ന 2 മത്സരങ്ങൾ കൂടി ജയിച്ചാണ് അങ്ങനെ കൊനേരു ഹംപി 5-3 എന്ന സ്കോറിൽ ഈ സെമി ഫൈനൽ ജയിച്ച് അങ്ങനെ ഫൈനൽ ടിക്കറ്റ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി വലിയ വലിയ നേട്ടങ്ങൾ സമ്മാനിച്ചിട്ടുള്ള, ഇതിഹാസ തുല്യമായ നേട്ടങ്ങൾ സമ്മാനിച്ചിട്ടുള്ള കൊനേരു ഹംപിയുടെ ആ ഒരു വലിയ പാതയിൽ ഇപ്പോൾ മറ്റൊരു സുവർണ്ണ നേട്ടം ഇല്ലെങ്കിൽ മറ്റൊരു പൊൻതൂവൽ എന്നുള്ളതാണ് സന്തോഷപ്പെടുന്ന കാര്യം. ഇതോടുകൂടി ഈ 2 താരങ്ങളും കാൻഡിഡേറ്റ്സ് ചെസ്സിനും, അതായത് അടുത്ത ലോക ചാമ്പ്യൻ ആവാനുള്ള പോരാട്ടത്തിനുള്ള ജേതാക്കളാവാനുള്ള മത്സരിക്കുന്ന ആരെ എന്ന് നിർണ്ണയിക്കുന്ന കാൻഡിഡേറ്റ് ചെസ്സിനും ഇരു താരങ്ങളും യോഗ്യത നേടി എന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. പ്രജിൻ, ശരി, അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.